വളരെ അൺസെറിമോണിയസ് ആയ ഒരു പുസ്തക അഭിപ്രായ വേദിയാണെന്ന് കരുതുന്നു. ശ്രീ പൂർണ്ണത്രയീശ സംഗീത സഭയും പാറക്കടത്ത് കോയിക്കൽ ട്രസ്റ്റും ചേർന്നൊരുക്കിയ ഈ സായാഹ്നം സംഗീതവുമായി ബന്ധപ്പെട്ട വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന വലിയ വലിയ മഹാന്മാരായ സംഗീതജ്ഞരുമായി നിരന്തരം ബന്ധമുള്ള സംഘടനകളും അങ്ങനെയുള്ള സംഗീതത്തിൻ്റെ സദസ്സുകളിൽ നിരന്തരം സാന്നിധ്യമായിട്ടുള്ള അതനുഭവിച്ചിട്ടുള്ള അംഗങ്ങളും ചേരുന്ന ഒരു സദസ്സാണ് ഇതെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. എനിക്ക് തോന്നുന്ന സദസ്സൊന്ന് ഇത് ഫോം ചെയ്യുന്നവരെ ഞാനൊരു അര മിനിറ്റോ മറ്റോ വെയിറ്റ് ചെയ്യാൻ തോന്നുന്നു. സാധാരണ ഇതിലൊരു സമ്മേളനത്തിൻ്റെയൊക്കെ ഒരു അന്തരീക്ഷം ഒക്കെ വരുമ്പോഴാണ് ആളുകളൊന്ന് സെറ്റിലായി കേൾക്കാൻ തയ്യാറാകുന്നതെന്ന് തോന്നുന്നു. എനിക്ക് ഇവിടെ നിന്ന് സംസാരിക്കാനുള്ള സമയം അനുവദിച്ചു തന്നിട്ടുണ്ട്. 15 മിനിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 15 മിനിറ്റ് ഈ ഞാനിവിടെ നിൽക്കുന്ന സമയം മുതലല്ല, സംസാരിക്കാൻ തുടങ്ങുന്ന സമയം മുതലുള്ള 15 മിനിറ്റ് എനിക്ക് ലഭിക്കുമെന്ന് ഞാൻ സ്നേഹബുദ്ധിയാ പ്രതീക്ഷിക്കുകയാണ്. ഇവിടെ പറയേണ്ടത് ശ്രീ പി ശ്രീകുമാർ എഴുതിയ സ്വരം എന്ന നോവലിനെ കുറിച്ചാണ്. ഈ നോവലുമായി അതിൻ്റെ പ്രസിദ്ധീകരണ ദിവസം മുതൽ ബന്ധപ്പെടാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. കാരണം ഇത് പ്രസിദ്ധീകരിച്ചത് ഞാൻ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന എറണാകുളം പബ്ലിക് ലൈബ്രറിയിൽ വെച്ചാണ്. വലിയൊരു സദസ്സിൻ്റെ സാന്നിധ്യത്തിലാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ആഷാമേനോൻ പങ്കെടുത്തൊരു സദസ്സായിരുന്നു അത്. വലിയ വലിയ ആളുകൾ ആ പുസ്തകത്തെ പ്രകീർത്തിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. ആ വേദിയിലും അതിനുശേഷമുള്ള ഈ പുസ്തകത്തിൻ്റെ വായന കാലഘട്ടത്തിലും വളരെയധികം പ്രശംസകൾ ഏറ്റുവാങ്ങിയ ഒരു പുസ്തകമാണ് ഇ പി ശ്രീകുമാറിൻ്റെ സ്വരം എന്നത്. ഇവിടെ ഇരിക്കുന്ന ഈ സദസ്സിൽ എത്ര പേർ ആ പുസ്തകം വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. വായിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ജോലി എളുപ്പമാണ്. വായിച്ചിട്ടില്ലെങ്കിൽ സാധാരണഗതിയിലുള്ള പുസ്തക പ്രകാശന വേദികളിലെ ഏറ്റവും വിരസമായ ചടങ്ങാണ് ആ പ്രകാശനം ചെയ്യുന്ന പുസ്തകത്തെ പരിചയപ്പെടുത്തുക എന്നത്. കാരണം ആരും വായിക്കാത്തൊരു പുസ്തകത്തെയാണ് പരിചയപ്പെടുത്തുക. സാധാരണ നമ്മുടെ സാഹിത്യ ചർച്ചകളിലൊക്കെ ഒരുപാട് പേർ വായിച്ച പുസ്തകങ്ങളെക്കുറിച്ചാണ് ചർച്ചകൾ നടക്കുക. അതുകൊണ്ട് തന്നെ ആ കേൾവിയുടെ ഒരു ഭംഗിയും ഒരു സുഖവും ഒരു സ്വീകാര്യതയും കൂടുതലാണ്. പക്ഷേ ആരും വായിക്കാത്തൊരു പുസ്തകത്തെക്കുറിച്ച് ഒരാൾ സംസാരിക്കുന്നത് അത്ര സുഖകരമല്ല എന്നറിയാം. പക്ഷേ എങ്കിലും സ്വരം എന്ന ഇ പി ശ്രീകുമാറിൻ്റെ നോവലിനെക്കുറിച്ച് ഒരുപാട് വർത്തമാനം പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ അത് കേൾക്കപ്പെടും എന്നുള്ള ഉറപ്പുണ്ട്. കാരണം ശ്രീകുമാർ എഴുതുന്ന നോവലുകൾ, മാറാമുദ്ര മുതൽ എഴുതിയ നോവലുകൾ നാളേക്കുള്ളതാണ്. മാറാമുദ്ര തന്നെ എഴുതുന്ന കാലം മുതൽ 50 വർഷത്തിനപ്പുറം നടക്കുന്ന ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്ന നോവലാണ്. ഞാൻ അന്ന് പറഞ്ഞത് ആവർത്തിക്കുകയാണെങ്കിൽ, ശ്രീകുമാർ ആ നോവൽ എഴുതി കഴിഞ്ഞ് ഏതാണ്ട് 25 വർഷം പിന്നിടുന്നു. 50 വർഷമാകാൻ നമ്മുടെ കൺമുമ്പിൽ കാഴ്ചയുടെ ദൂരെ ആ 50 വർഷം എത്തിയിരിക്കുന്നു എന്നുള്ള സാഹചര്യം ഇപ്പോഴുണ്ട്, 25 വർഷം കഴിയുന്ന സാഹചര്യത്തിൽ. അപ്പോൾ നോവലിസ്റ്റ്, എഴുത്തുകാരൻ ഭാവന ചെയ്ത കാലം നമ്മുടെ അടുത്തേക്ക് എത്തുകയാണ്. എത്ര ദൂരേക്ക് പ്ലാൻ ചെയ്താലും വായനക്കാരൻ്റെ മുമ്പിലേക്ക് ആ കാലം എത്തുക തന്നെ ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു സംഭവിക്കുന്ന യഥാർത്ഥത്തിലുള്ള തെളിവായി മാറാമുദ്ര തന്നെ നിലനിൽക്കുകയാണ്. അതുപോലെ തന്നെ സ്വരം എന്ന ഈ നോവലും വായിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും പുരസ്കാരങ്ങൾ നേടുകയും ചെയ്യുന്നൊരു പുസ്തകമായി പരിണമിക്കുമെന്ന് ഉറപ്പുണ്ട്. ഈ പുസ്തകത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, സാധാരണഗതിയിൽ എഴുത്തുകാരനാണ് ആ പുസ്തകം എഴുതിയതിൻ്റെ പ്രമേയത്തെക്കുറിച്ച് പറയാൻ അർഹതയുള്ളത്. കാരണം താൻ എന്താണ് എഴുതിയത് എന്ന് പറയേണ്ടത് എഴുത്തുകാരനാണ്. എന്നെപ്പോലുള്ളൊരു വായനക്കാരൻ പറയുമ്പോൾ അത് എഴുത്തുകാരൻ ഇഷ്ടപ്പെടുന്ന പരിചയപ്പെടുത്തലാവില്ല. കാരണം എഴുതിയ പുസ്തകമല്ല വായിക്കപ്പെടുന്നത് എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഒരു വായനക്കാരൻ ഒരു പുസ്തകത്തെ പരിചയപ്പെടുന്നത് എഴുത്തുകാരൻ എഴുതിയ പുസ്തകത്തെയല്ല, അയാൾ വായിച്ച പുസ്തകത്തെയാണ്. അതുകൊണ്ടാണ് ഒരുപാട് പേർ വായിക്കുമ്പോൾ അത് പല പുസ്തകങ്ങളായി മാറുന്നതും പലരുടെയും പുസ്തകങ്ങളായി മാറുന്നതും പലരുടെയും അനുഭവമായി മാറുന്നതും ആ എഴുത്തുകാരൻ എഴുതി വെച്ച അനുഭവങ്ങളിൽ നിന്ന് ആ പുസ്തകം സഞ്ചരിക്കുന്നത് കണ്ട് പല തലങ്ങളിലേക്ക്. ഈ പുഴയ്ക്ക് ബഡ് ഫോർ റിവർ ഉണ്ടാക്കുന്നത് പോലെ വെള്ളം പൊങ്ങിക്കഴിയുമ്പോൾ അത് മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി അപകടമുണ്ടാകാതെ വെള്ളപ്പൊക്കമുണ്ടാകാതെ വിന്യസിക്കുന്നത് പോലെയാണ്
ഒരു പുസ്തകം വായിക്കുമ്പോൾ അത് പലരും വായിച്ച് പലതായി വായിക്കുന്നത്. അങ്ങനെ ഒരു വായനയാണ് സ്വരമെന്ന നോവലിൽ ഞാൻ നിർവഹിച്ചത്. പരക്കെ അറിയപ്പെടുന്നത് അത് സംഗീതവും മറവിയും ചേർത്ത് വയ്ക്കുന്ന ഒരു പ്രമേയമാണ് എന്നാണ്. മറവി എന്ന പ്രമേയത്തെ കൂടുതൽ ശക്തിയോടെ ആവിഷ്കരിച്ചുകൊണ്ട് സംഗീതത്തെ പശ്ചാത്തലത്തിൽ നിർത്തിക്കൊണ്ട് അവതരിപ്പിക്കുന്ന ഒരു നോവൽ എന്ന രൂപത്തിലാണ് ഈ നോവൽ പരക്കെ സ്വീകരിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. സംഗീതവും മറവിയും നമ്മുടെ സുന്ദരകാണ്ഡത്തിലെ കഠിനമായ വരിയും ലളിതമായ വരിയും ഒന്നിടവിട്ട് വരുന്ന രചനാശൈലി പോലെ സംഗീതവും മറവിയും ഏതാണ്ട് സുന്ദരകാണ്ഡത്തിൻ്റെ വിന്യാസ മാതൃകയിൽ വിന്യസിക്കുന്ന ഒരു പുസ്തകം തന്നെയാണ് സ്വരം. ഏതിൻ്റെ പശ്ചാത്തലത്തിൽ ഏത് എന്ന് കണ്ടെടുക്കാൻ ആഴത്തിലുള്ള ഗവേഷണം വേണ്ടി വരുന്ന അവസ്ഥയുണ്ട്. അതിൻ്റെ കഥ പറയാൻ ഞാൻ തയ്യാറാകുന്നില്ല. ഒരു പരമ്പരയെ ബാധിക്കുന്ന മറവി രോഗം അതിനകത്ത് ആവിഷ്കൃതമാകുന്നുണ്ട്. പുറത്തുനിന്ന് കത്തിക്കുന്ന തീയാണ്, പക്ഷേ അത് അകത്തുള്ള തീയായി മാറുന്നതിൻ്റെ കൃത്യമായ യാഥാർത്ഥ്യവൽക്കരണമാണ് അതിൻ്റെ നോവലിൻ്റെ തുടക്കത്തിൽ തന്നെ. നീലകണ്ഠമാരാർ എന്ന ദേവനന്ദൻ്റെ പിതാവ് താൻ എത്രയോ വട്ടം ശ്രീകോവിലിൻ്റെ മുമ്പിൽ പാടി പാടി നിറഞ്ഞ അഷ്ടപതിയുടെ വരികൾ മറന്നുപോകുന്നു എന്ന് ബോധ്യം വന്ന നിമിഷത്തിൽ, അങ്ങനെ മറന്നുപോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അത് പഠിപ്പിച്ചു കൊടുക്കാൻ തമ്പുരാൻ ആവശ്യപ്പെടുകയും അതിന് തനിക്ക് കഴിയില്ലെന്ന് ബോധ്യം വരികയും അതിനെ തികച്ചും ഭൗതികമായ മറ്റൊരു മാനത്തിലേക്ക് മാറ്റുകയും, കാരണം അമ്പലത്തിലെ ജോലി പോയി. തമ്പുരാൻ പറഞ്ഞത് കേൾക്കാത്തത് കൊണ്ട് മറവി എന്ന ഒന്ന് അന്ന് സ്വീകരിക്കപ്പെടുന്ന ഒരു രോഗമല്ല. മറന്നുപോയി എന്നത് സ്വീകരിക്കപ്പെടുകയുമില്ല, കാരണം എത്രയോ വർഷങ്ങളായി നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അഷ്ടപതി മറന്നുപോയി എന്നൊരാൾ പറയുന്നത് സ്വീകരിക്കാൻ അന്നത്തെ തമ്പുരാൻ തയ്യാറായുമില്ല. ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാതെ കുടുംബത്തെ പട്ടിണിയിലേക്ക് തള്ളി വിടേണ്ടി വരുന്ന ആ തീയിലാണ് യഥാർത്ഥത്തിൽ നീലകണ്ഠമാരാർ ദഹിക്കുന്നത്. പക്ഷേ നമ്മൾ കാണുന്നത് ശ്രീകോവിലിൻ്റെ അകത്ത് കത്തി ഇല്ലാതാകുന്ന നീലകണ്ഠമാരാരെയാണ്. യഥാർത്ഥത്തിൽ ഈ പുസ്തകത്തിലേക്ക് എന്നെ നയിച്ചത് ആ അധ്യായത്തിൽ പറയുന്ന, ഇപ്പോഴും ഇടിവെട്ട് പോലെ എന്നെ ഞെട്ടിക്കുന്നൊരു വാചകമാണ്. ഇടയ്ക്ക കൊട്ടുന്ന ശബ്ദം എൻ്റെ അച്ഛൻ്റെ ഹൃദയമിടിപ്പാണെന്ന് തോന്നി എന്ന് പറയുന്നൊരു വാചകമുണ്ട്. ആലോചിച്ച് നോക്കൂ, ഇടയ്ക്ക കെട്ടുന്ന ശബ്ദവും നമ്മുടെ ഹൃദയമിടിപ്പും തമ്മിലുള്ള ശബ്ദ സാമ്യത്തെക്കുറിച്ചൊരു നിമിഷമൊന്ന് ആലോചിച്ച് നോക്കൂ. ഇടിവെട്ട് പോലെയാണ് ആ സാമ്യം കടന്നു വന്നത്. യഥാർത്ഥത്തിൽ ആ നോവൽ വായിക്കാൻ തീരുമാനിച്ചത് തന്നെ ആ വാചകത്തിൻ്റെ നടുക്കത്തിലാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ദേവനന്ദൻ എന്ന വേണുഗാന വിദഗ്ധൻ, സംഗീതജ്ഞൻ, അദ്ദേഹത്തിൻ്റെ മകൻ ശരത് ഏറ്റവും അവസാന ഭാഗത്ത് അച്ഛനെ അയക്കുമ്പോൾ അച്ഛൻ്റെ കൂടെ നിശ്ചയമായി ഉണ്ടാകേണ്ട ഓടക്കുഴൽ എടുത്തു വയ്ക്കാൻ മറന്നു പോകുന്നു മകൻ. ശ്രീകുമാർ ഓർക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതൊന്നും ഞാനിതൊക്കെ മറവിയുടെ ചരടിലാണ് കെട്ടുന്നത്. ആ മകൻ്റെ മകൻ ചെറിയ ക്ലാസ്സിലെ സ്കൂളിൽ പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ പഠിച്ചു വെച്ച ഭാഗങ്ങൾ മറന്നു പോകുന്നു. ഇത് പരമ്പരയിലേക്ക് തുടരുകയാണ്. പക്ഷെ ദേവനന്ദൻ്റെ മറവി ഇപ്പോഴത്തെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ ആഘോഷിക്കുന്ന നോവലായി അത് മാറുന്നുണ്ട്. സംഗീതജ്ഞനായതുകൊണ്ട് അത് നിറയുന്നത് മുഴുവൻ സംഗീതമാണ്. എനിക്ക് തോന്നുന്നത് സംഗീതത്തെക്കുറിച്ച് ഇത്രയും ആഴത്തിലും പരപ്പിലും വിസ്തൃതിയിലും വിശാലതയിലും വിജ്ഞാന രൂപത്തിലും വിജ്ഞാന വിനിമയ രൂപത്തിലും എഴുതിയിട്ടുള്ള നോവലുകൾ മലയാളത്തിലില്ല. ഇത് ഞാൻ ഉറപ്പിച്ച് തന്നെ പറയുകയാണ്. ഇത് പറയാനൊരു സാഹിത്യ പണ്ഡിതനാവേണ്ടതില്ല എന്ന് ഞാൻ സ്വയം ഉറപ്പിക്കുകയാണ്. ഇത്രമേൽ സംഗീതം നിറഞ്ഞ മറ്റൊരു നോവൽ മലയാളത്തിൽ ഒരുപക്ഷെ ഞാൻ വായിച്ചിട്ടില്ല എന്നുകൂടി ഒരു വിനയത്തിൻ്റെ ഭാഷയിൽ പറയാം. പക്ഷെ അങ്ങനെയല്ല, ഇല്ല എന്ന് തന്നെയാണ് സത്യം. സംഗീതജ്ഞനായ ദേവനന്ദനൻ സംഗീതജ്ഞനാവുക എന്നതിന് ഔപചാരികമായ ഒരുപാട് വിദ്യാഭ്യാസം ആവശ്യപ്പെട്ടല്ലോ. അവിടെയും വിപ്ലവകരമായ ഒരു സാധ്യത കൊണ്ടുവരുന്നു ശ്രീകുമാർ അതിനകത്ത്. ഔപചാരിക വിദ്യാഭ്യാസം ലഭിക്കാതെ തന്നെ ആസ്വാദകരെ എവിടേക്കെന്നില്ലാതെ പായിക്കുന്ന
സംഗീത വിദ്വാനായി ദേവനന്ദനൻ മാറുകയാണ്. പക്ഷേ ആ സംഗീതജ്ഞൻ തൻ്റെ സംഗീതം തന്നെ മറ്റുള്ളവരെ കേൾപ്പിക്കാൻ വേണ്ടിയുള്ള സംഗീതം, ഞാൻ അങ്ങനെ അതിനകത്ത് കാണുന്നുള്ളൂ കേട്ടോ. അങ്ങനെയുമുണ്ട്. എന്താണ് മറക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒന്നും ഞാൻ ശ്രീകുമാർ എഴുതിയ മറവിയല്ല ഞാൻ സ്വീകരിക്കുന്നത്. അവിടെ തന്നിലുള്ള സംഗീതത്തെ മറ്റുള്ളവരെ കേൾപ്പിക്കാനുള്ള സംഗീതത്തെയാണ് മറന്നു പോകുന്നത്. തന്നിലുള്ള സംഗീതം മറക്കാനിടയില്ലല്ലോ. ആ താളത്തിലല്ലേ, നെഞ്ചിടിപ്പിൻ്റെ താളവും പ്രപഞ്ചത്തിൻ്റെ താളവും ഒക്കെ ചേരുന്നൊരു താളബോധത്തിലാണ് നമ്മളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ താളം പക്ഷേ മറ്റുള്ളവരെ കേൾപ്പിക്കാനുള്ള സംഗീതം മറന്നു പോകുന്നു. തൻ്റേതായ എല്ലാം മറന്നു പോകുന്നു. ഏത് രാഗമാണെന്ന് മറന്നു പോകുന്നു, രാഗം ഏതെന്ന് മറന്നു പോകുന്നു, എല്ലാം മറന്നു പോകുന്നു. അത്യാവശ്യമുള്ളതെല്ലാം മറന്നു പോകുന്നു, ജീവിക്കാൻ ആവശ്യമുള്ളതെല്ലാം മറന്നു പോകുന്നു. മറവിയില്ലാത്ത ഒരാൾക്ക് ഈ രോഗത്തെ മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ രോഗത്തിൻ്റെ ഏറ്റവും വലിയ ദൗർഭാഗ്യം. നമുക്കൊന്നും ഇത് വരില്ല എന്ന് കരുതുന്നുണ്ട്. പക്ഷേ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് എപ്പോഴും ഇത് വന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് നടുക്കത്തോടെ നമ്മൾ തിരിച്ചറിയുന്നുണ്ടാവും. ആ ദേവനന്ദനൻ്റെ മറവിയും ദേവനന്ദൻ്റെ മക്കളും നല്ലവരായ സുഹൃത്തുക്കളും മറ്റുള്ളവരും ചേർന്നുകൊണ്ട് ദേവനന്ദനെ ഈ കൂടുതൽ അപകടത്തിലേക്ക്, മറവിയുടെ കൂടുതൽ അപകടത്തിലേക്ക് എത്തിക്കാതിരിക്കാൻ നടത്തുന്ന പരിശ്രമങ്ങളും ഒക്കെ ചേരുന്ന ഒരു വലിയ ആഖ്യാനമാണ്, ബൃഹദാഖ്യാനം തന്നെയാണ് സ്വരം എന്ന നോവൽ. ഞാൻ ഇത്രയും ലഘുവായി ഇതിനെ പറഞ്ഞു വെച്ചത് ഇതിനെ ഞാൻ വായിച്ച മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഇതിൻ്റെ അവലോകനത്തെ പൂർത്തിയാക്കുവാനാണ്. ശബ്ദത്തിന് താളമുണ്ടെങ്കിൽ ആ താളത്തിലാണ് ഇവിടെ ഈ ഡൂബ്ക്കി വായിക്കുന്നത്. പക്ഷെ അവിടെയും താളപ്രമാണങ്ങൾക്കൊപ്പം ആ ഭീകര ശബ്ദ സാന്നിധ്യം നിറഞ്ഞു നിന്നു എന്ന് പറയാൻ മടിക്കുന്നില്ല. എല്ലാം താളത്തിലാണ്. വായിച്ചു പോകുമ്പോൾ ഈ മറവിയും ഒരു താളത്തിലാണെന്നാണ് ഞാൻ വായിച്ചെടുത്തത് കേട്ടോ. ഇവിടെ നോവലിസ്റ്റിൻ്റെ സ്വന്തം അനുഭവങ്ങളാണോ അല്ലയോ എന്നുള്ളത് എൻ്റെ പോലെയുള്ളൊരു വായനക്കാരൻ അന്വേഷിക്കുകയില്ല. കാരണം അത് നമ്മുടെ സാഹിത്യകൃതിയുടെയും നമ്മുടെയും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു കാഴ്ചമറയ്ക്കലാണ്. ആ കാഴ്ചമറയ്ക്കലിലേക്ക് സ്വീകരിക്കില്ല. അതായിരിക്കാം, അല്ലായിരിക്കാം. പക്ഷെ ഈ അക്ഷരങ്ങൾ നമ്മളിലേക്ക് നിരുപാധികം പകർന്നു തരുന്ന ഒരു ഭീഷണമായൊരു ക്ഷോഭമുണ്ടല്ലോ, ഒരു സങ്കടമുണ്ടല്ലോ, ഒരു ആസ്വാദനത്തിൻ്റെ ഒരു ഭംഗിയുണ്ടല്ലോ, ഒരു വല്ലാത്തൊരു വികാരത്തിൻ്റെ ഒരു ഉയർച്ചയിലേക്ക് നമ്മളെ മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അതിന് ഉപാധികളില്ല. അത് നോവലിസ്റ്റ് അനുഭവിച്ചാലും ഇല്ലെങ്കിലും ഇത് സാധ്യമാകുമെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങളെക്കാൾ വലുതാണ് ഞാൻ അനുഭവിക്കുന്ന ആ സന്ത്രാസം. അത് സാധ്യമാക്കുന്ന അത്യുജ്വലമായ സംഗീതത്തിൽ ചാലിച്ചെടുത്ത മറവിരോഗമെന്ന മാറാരോഗം. വൈലോപ്പിള്ളിയാണ് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാറുള്ളത് സാധാരണ. ഒരേപോലെയുള്ള അക്ഷരങ്ങളെടുത്ത് വ്യത്യസ്തമായ വാക്കുകൾ, ഒരേപോലെയുള്ള വാക്കുകളാണ് ശബ്ദിക്കുന്ന വാക്കുകളെ എടുത്തുകൊണ്ട് വ്യത്യസ്തമായ മാനങ്ങൾ കൊടുക്കുന്നത് വൈലോപ്പിള്ളിയാണ്. മറവിരോഗമെന്ന മാറാരോഗം, അസൂയ എന്ന മാറാരോഗം, അങ്ങനെ നിരവധി രോഗങ്ങൾ ബാധിച്ച മാനസിക രോഗികളെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ നോവൽ വായിച്ചു തീരുമ്പോൾ എനിക്ക് തോന്നി, ഞാനതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക, നീട്ടുന്നില്ല. എനിക്ക് തോന്നിയത് മാനസിക രോഗം എന്നാൽ എന്താണ്, മസ്തിഷ്കത്തിൽ രോഗമുണ്ടെന്ന് നമ്മൾ നിശ്ചയിക്കുന്നത് എപ്പോഴാണ്? ഒരുപക്ഷെ ഭ്രാന്താശുപത്രിയിൽ രോഗികളായി അടച്ചിട്ടിരിക്കുന്ന ആളുകൾക്കൊഴികെയുള്ള മുഴുവൻ ആളുകൾക്കുമുള്ള ഒരവസ്ഥയാണ് മാനസിക രോഗം എന്നൊരു പക്ഷേ നാളത്തെ ഏതെങ്കിലും നോവലിസ്റ്റിന് എഴുതാൻ കഴിയും. വിചിത്രദർശിനി എന്ന പേര് പറഞ്ഞത് മേതിൽ രാധാകൃഷ്ണൻ്റെ നോവലുകളെക്കുറിച്ചാണ്. മേതിൽ രാധാകൃഷ്ണൻ്റെ വരികളെക്കുറിച്ചും കാഴ്ചയെക്കുറിച്ചുമാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാർ എഴുതിയ കവിത. ഇവിടെ മാറാമുദ്ര മുതൽ സ്വരം വരെ എത്തി നിൽക്കുന്ന ശ്രീകുമാറിൻ്റെ നോവലുകളിൽ കാണുന്ന വിചിത്ര ദർശനം ആ ഭാവങ്ങളിലേക്ക് ചേർത്ത് വയ്ക്കാൻ കഴിയുന്നതാണ്. പക്ഷെ ഒരു വ്യത്യാസമുള്ളത്, ശ്രീകുമാറിൻ്റെ വിചിത്ര ദർശനം നമ്മെ ആകെ ചൂഴ്ന്ന് ഒരു വലിയ ചുഴി പോലെ നമ്മളെ അതിൽ ചുറ്റിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ വളരെ ആഹ്ലാദത്തോടെ, നമ്മുടെ ദസ്തയേവ്സ്കി പറഞ്ഞിട്ടില്ലേ, സ്വയം കഴുത്തറക്കപ്പെടാൻ വേണ്ടി അറവുശാലയിലേക്ക് ആത്മഹർഷത്തോടെ നടന്നു നീങ്ങുന്ന ആളുകളുടെ രാജ്യമാണ് ഇതെന്ന് പറയുന്നത് പോലെ, ഇങ്ങനെ ഈ നോവൽ ചുഴറ്റി നിർത്തുന്ന ഈ ചുഴിയിലേക്ക് സ്വയമറിയാതെ ചെന്നു ചേരാൻ
തീരുമാനിച്ച് നടന്നു ചെല്ലുന്ന വായനക്കാരുടെ വലിയ നിരയായി സ്വരത്തിൻ്റെ ആദ്യത്തെ 5, 6, 7, 8, 10 പേജുകൾ കഴിയുന്നിടത്ത് വായനക്കാരൻ എത്തിച്ചേരും എന്ന് ഉറപ്പിച്ച് വിശ്വസിച്ചുകൊണ്ടും ഇതിന് ഉയർന്ന പുരസ്കാരങ്ങൾ ലഭ്യമാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടും എന്തൊക്കെയോ ആയിപ്പോയ എൻ്റെ ഈ പുസ്തക അവലോകനം ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി.